ഹലോ, ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ മൈഥിലിനെ അണിയിച്ചൊരുക്കി സുന്ദരിയാക്കി പുറത്തേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ ACP. ഇത് കണ്ട് ഓടി വന്ന് നമ്മുടെ മീനാക്ഷിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇവളെയും കൊണ്ട് എവിടെ പോവുകയാണ്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എനിക്ക് അറിയണ്ടേ? നീ അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് മുഖത്തടിച്ചു കണക്ക് പറഞ്ഞിരിക്കുവാണ്. മാത്രമല്ല നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും സാവിത്രിയും എല്ലാരും ചോദിക്കുന്നുണ്ട്, മോനെ എവിടെ പോവാണെന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ താല്പര്യമില്ല. പാവം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ നീ ഒരു ACP ആണ്, സമൂഹത്തിൽ അന്തസ്സുള്ളവനാണ്, ഇവളെയും കൊണ്ട് പുറത്ത് നീ പോകുന്ന എന്താണ്, നാണക്കേടാണെന്ന്. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് കാറി കയറ്റിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്, ആദ്യം തന്നെ നമ്മുടെ മീനാക്ഷിയും നന്ദിനിയും ഗിരിയും മുത്തശ്ശിയും കൂടെ തമ്മിൽ എന്താണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മീനാക്ഷി വളരെ സങ്കടത്തിൽ പറയുവാണ്, മുത്തശ്ശി ACP എന്നോട് മിണ്ടുന്നേ ഇല്ല, അവള് പറഞ്ഞു കൊടുത്ത കള്ളത്തരം കൊണ്ട് ACP എന്നോട് സംസാരിക്കുന്നില്ല. ACPയുടെ മനസ്സിൽ നിന്ന് അതെല്ലാം മാറി വരികയായിരുന്നു. ഇവള് പറഞ്ഞില്ലേ മുത്തശ്ശി, ഞാനാണ് വൈശാഖിന്റെ കൂടെ അവൾ ഓടിപ്പോവാൻ കാരണമായെന്നുള്ള ആ കാര്യം വീണ്ടും അവള് പറഞ്ഞപ്പോൾ അത് ACPയുടെ മനസ്സിലിരിക്കുവാണ്. ACP എന്നോട് സംസാരിക്കുന്നേ ഇല്ല എന്ന് വളരെ സങ്കടത്തിൽ പറയുവാണ്. അപ്പൊ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മ, അവൾ ഒരു വ്യക്തമായ തീരുമാനം എടുത്താണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആത്മഹത്യ തന്നെ അവളുടെ കള്ളത്തരമാണ്, അവൾ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല. ഇതൊന്നും നമ്മുടെ കാർത്തിക് മോന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പാവം നമ്മുടെ നന്ദിനി പറയുവാണ്. ഈ സമയം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് വീണ്ടും, അവൾക്ക് എന്റെയും ACPയുടെയും ജീവിതം തകർക്കും മുത്തശ്ശി, അവള് അതിനുവേണ്ടി അവൾ വന്നിരിക്കുന്നത്. എന്റെയും പിന്നെ ACPയും തമ്മിൽ ജീവിക്കാൻ അവള് സമ്മതിക്കത്തില്ല. ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശി പാവം എന്ത് ചെയ്യാൻ പറ്റും? അന്നേരം മുത്തശ്ശി പറയുക, അത് അവളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ, ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ ഞാൻ അവളെ അങ്ങ് കൊന്നു കളയും, അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഗിരി പറയുന്നുണ്ട്, ഈ കാര്യത്തിലൊന്നും എന്താണ് വികാരമല്ല കൂടുതൽ ആവശ്യം, വികാരത്തെക്കാൾ കൂടുതൽ ആവശ്യം നമുക്ക് വിവേകമാണ്. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ ഞാൻ പറയാം, അത് നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിത് വർക്കൗട്ട് ആവുമോ എന്ന് നോക്കാം. വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് കാര്യം സാധിച്ചു, അല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാം. അപ്പൊ എന്താണെന്നുള്ള കാര്യം അവർ തമ്മിൽ എന്താണ്, അവർ ചർച്ചയാണ്, നമുക്ക് എന്തുവാന്ന് കേൾക്കാൻ പറ്റത്തില്ല. അവർ തമ്മിൽ എന്താണ്, അത് ഗൂഢമായിട്ട് എന്തൊക്കെയോ ഇവളെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഗിരി പറയുന്നുണ്ട്, ഇവൾ ചെമ്പകമംഗലത്ത് വന്നു കയറിയ മാരക ഒരു വൈറസാണ്, ഈ വൈറസിനെ നമുക്ക് ഒന്നിച്ചു നിന്ന് നശിപ്പിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതായി പോകുമെന്ന് നമ്മുടെ ഗിരി പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷം മനസ്സിൽ എന്താണ് മുഖത്തുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിക്കുട്ടി ഒരു പാൽക്കുപ്പിയായിട്ട് എന്താണ് മുകളിലോട്ട് കയറിയപ്പോ എന്റെ കുഞ്ഞെ, അപ്പം കുഞ്ഞെന്താണ് കരയുന്ന വെച്ചേക്കാം, എന്റെ മുത്ത് കരയല്ലേ അമ്മ ദാ വന്നുകൊണ്ടിരിക്കുവാണ്, എന്റെ പൊന്ന് കരയല്ലേ എന്ന് പറഞ്ഞ പഠിക്കട്ട് ഇങ്ങനെ കയറി വന്നിട്ട് പറയും. അപ്പോഴത്തേനും കുഞ്ഞെന്താണ് കരച്ചിൽ നിർത്തി. എന്റെ കുഞ്ഞ്, ഞാൻ താഴെ നിന്ന് ഇത്രയും ദൂരത്ത് നിന്ന് പറഞ്ഞത് എന്റെ കുഞ്ഞ് കേട്ടോ, അവള് താണ്ടെ കരച്ചിലടക്കിയല്ലോ, എന്ത് അത്ഭുതം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പോഴാണ് കാണുന്നത് മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് നമ്മുടെ മീനാക്ഷി കുട്ടി ഞെട്ടിപ്പോയിട്ട്, എടി നീ എന്തുവാടി നീ കാണിക്കുന്ന ചോദിക്കും. അതെന്താടി നിനക്ക് എന്താ കണ്ണ് കണ്ടുകൂടാ, ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുവാന്ന് പറയും. നിന്റെ കുഞ്ഞോ? അതേടി എൻ്റെ കുഞ്ഞാടി, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കുന്നു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോഴത്തേന് മീനാക്ഷി എന്താണ് കുഞ്ഞിനെ തട്ടിപ്പറിക്കുമായിരുന്നു. അപ്പൊ രണ്ടുപേരോട് തർക്കമായിട്ട് മീനാക്ഷി കുഞ്ഞിനെ തട്ടിപ്പറിക്കും. എന്നിട്ട് എന്താണ് നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞ് എടി പ്രസവിച്ചിട്ട് വല്ല കല്യാണ മണ്ഡപത്തിന്റെയോ മൂലയിൽ എറിഞ്ഞിട്ട് പോയ നീ, തക്കം കിട്ടിയായിരുന്നെങ്കിൽ നീ അതിനെ എന്ത് ചെയ്തേനെ, കഴുത്ത് ഞെരിച്ച് നീ കൊന്നേനെ. ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ട് തന്നതടി ദൈവമാടി, എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ട് തന്നത്, അതുകൊണ്ട് നിന്റെ ഒരു പണിയും ഇവിടെ നടക്കത്തില്ല. എടി നിന്റെ പാല് കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല, പണ്ട് നീ കൊടുത്തിട്ട് എന്റെ കുഞ്ഞിന് എന്തായാലും സുഖമില്ലാതായി പോയത്, നിന്റെ ശരീരം മുഴുവൻ വിഷമാടി, അതുകൊണ്ട് ആ വിഷം കുടിച്ചാൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റും, അതുകൊണ്ട് വേണ്ട എന്ന് നമ്മുടെ മൈഥിലി എടുത്ത് എന്താണ് നമ്മുടെ മീനാക്ഷി കൊമ്പ് കോർക്കുകയാണ്. അവള് വിട്ടുകൊടുക്കത്തില്ല. അവള് പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. എടി എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഒന്നൊന്നായിട്ട് തിരിച്ചു പിടിക്കും. നമ്മുടെ മൈഥിലി പറയുവാണ്, എടി എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഞാൻ ഒന്നൊന്നായിട്ട് തിരിച്ചെന്താണ് പിടിച്ചുകൊണ്ടിരിക്കുക, എന്റെ കുഞ്ഞുൾപ്പെടെ. അന്നേരം നമ്മുടെ മീനാക്ഷി പറയും, അതെനിക്ക് മനസ്സിലായി, അതാണല്ലോ നീ ഡ്രാമ കളിച്ച് പാവം നമ്മുടെ എന്താണ് എന്റെ ACP പറ്റിച്ച് നീ ഇവിടെ കയറി പറ്റിയതെന്ന് പറയും. എടി എന്തൊക്കെ നീ ഇവിടെ കൊണ്ടുപോവാൻ നീ നോക്കിയാലും നീ തിരിച്ചു പിടിച്ചാലും എന്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഞാൻ വിട്ടു തരത്തില്ല, അത് നീ കരുതേം വേണ്ടെന്ന് പറയും. അപ്പോഴത്തേന് ഇവള് പറയാ, എടി എന്താണ് നീ എന്നെ കുറിച്ച് വിചാരിച്ചത്,
മൈഥിലി ഒരു പാവമാണെന്ന് അവിടെ വിചാരിച്ചാവും. നീ പാവമല്ലെന്നുള്ള കാര്യം എനിക്കറിയാടി. എടി അതുകൊണ്ടല്ലേടി എല്ലാം നീ പാവമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ടല്ലേ നീ ആ വൈശാഖിനെയും കൊണ്ട് ഓടിപ്പോയത്. എടി നീ എന്തെല്ലാം മൂട് വഴി കൂടെ നീ അവനെയും കൊണ്ട് ഓടി പോയ വഴിയിൽ നീ എത്രയോ പേരെ നീ എന്താണ് പറ്റിച്ചു, നീ എന്തെല്ലാം ചെയ്തു. ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ വന്നപ്പം നീ ഇവിടെ എന്താണ് ആത്മഹത്യ എന്നുള്ള ഒരു പേരും എന്താ ഡ്രാമയും കാണിച്ച് നീ ഇവിടെ കയറിപ്പറ്റി എന്ന് പറയും. നിന്റെ ആട്ടം ഒന്നും ഇവിടെ നടക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയും. അത് എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്താടി തെറ്റ് സംഭവിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു, അത് ക്ഷമിക്കാൻ എൻ്റെ കാർത്തികിന് എന്താണ് പറ്റിയിട്ടുണ്ട്. എൻ്റെ കാർത്തിക് എന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കാർത്തികും എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിക്കും എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷിയുടെ മുഖം സങ്കടം കൊണ്ട് സങ്കടം ഇതായിട്ട് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, എടി എൻ്റെ വീട്ടിലെ ആഹാരവും കഴിച്ച് എൻ്റെ വീട്ടിലെ ആഹാരം കഴിച്ച് നീ എൻ്റെ കൂടെ ഇവിടെ താമസിച്ചിട്ട് നീ എനിക്കിട്ട് എന്താണ് വെല്ലുവിളിക്കുന്നോടി നീ, നിന്നെ ഇപ്പം കാണിച്ചു തരാടി, പൊക്കോടി ഇവിടെ നിന്ന് പറഞ്ഞ് ഒരു തള്ളു വെച്ചു കൊടുക്കുമ്പോൾ ഇവളങ്ങോട്ട് പോയി എന്താണോ ഒന്ന് വീഴുന്ന മാതിരി എന്നാക്കിയിട്ട് ഇങ്ങനെ മുട്ടുകുത്തി എന്നിട്ട് നാഗവല്ലി ഇങ്ങനെ നോക്കുന്ന കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. അതായത് മീനാക്ഷി നിന്നെ ഞാൻ കാണിച്ചു തരാഴി, നിന്നെ ഞാൻ കൊല്ലൂടി എന്നുള്ള എല്ലാ ഭാവങ്ങളും അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഭാവങ്ങളും അവളുടെ ആ മുഖം കണ്ടാൽ നമുക്കറിയാം പേടിയാവും. ആ വിധത്തിലാണ് അവൾ മീനാക്ഷിനെ നോക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ACP എന്താണ് മുറ്റത്ത് നിന്ന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ഫോൺ എടുത്ത് നമ്മുടെ SIയെ വിളിക്കുന്നുണ്ട്. അപ്പൊ SIക്ക് ആണെങ്കിൽ ഈ കോള് കണ്ടുകൊണ്ട് SI പറയുന്നുണ്ട്, ഓ ACP ആണല്ലോ വിളിക്കുന്നേ, എന്താണെന്ന് ചോദിക്കാന്ന് പറയും. അപ്പൊ ചോദിക്കും, ഇപ്പൊ പറ സാർ എന്താണ് അത്, അവനെ എന്താണ് ജാമ്യത്തിൽ വിട്ടോ അതോ അവനെ എന്താണ് കോടതിയിൽ ഹാജരാക്കിയോ എന്ന് ചോദിക്കും. അവന് ജാമ്യത്തിൽ വിട്ട് അവന്റെ അമ്മ വന്ന് എന്താണ് ജാമ്യം എടുത്തുകൊണ്ട് പോകും. അതെന്താണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്, ഹാജരാക്കണ്ട എന്ന് കമ്മീഷണർ പറഞ്ഞു. കാരണം ACPക്ക് ഒരുപാട് നാണക്കേടൊക്കെ എന്താണ് ഇവൻ വരുത്തി വെച്ചേയല്ലേ. പിന്നെ വക്കീലിനെയും കൊണ്ട് അവന്റെ അമ്മ താരകപ്പണിക്ക് വന്നപ്പോൾ നമുക്ക് ജാമ്യം കൊടുത്തേ ഒക്കത്തുള്ളായിരുന്നു. അങ്ങനെ ജാമ്യം കൊടുത്ത് അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറയും. അന്നേരം പറയും ജാമ്യം കൊടുക്കണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് എന്താണ് പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇങ്ങനെ എന്നാൽ ശരിയാവത്തില്ല, എന്തെങ്കിലും ചെയ്തേ ഒക്കത്തോളം എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് അകത്തോട്ട് നോക്കിയിട്ട് മൈഥിലി എന്ന് വിളിക്കുകയാണ്. അപ്പൊ അവൾ അങ്ങോട്ട് ചാടി കുലുങ്ങിക്കൊണ്ട് വന്ന് പിറത്തോട്ട് അങ്ങോട്ട് വീഴുന്ന മാതിരി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് മുട്ടി നിൽക്കുവായിരുന്നു. എന്നിട്ട് അങ്ങനെ മുഖം കൊണ്ട് ACPനെ ഇങ്ങനെ അങ്ങ് നോക്കുക പ്രേമാതുരമായിട്ട്. അന്നേരം പറയുന്നുണ്ട്, നമുക്ക് ഒരിടം വരെ പോണം, നീ പോയി ഒരുങ്ങിയിട്ട് വരാൻ പറയും. എവിടാ കാർത്തിക്, അതെന്താ ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ നിനക്ക് വരാൻ പറ്റത്തില്ലയോ എന്ന് ചോദിക്കും. ഞാൻ എവിടെ ആയാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇവള് ശരി ഞാൻ പോയി റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവായിരുന്നു. പോയിട്ട് അവൾ ഒരുങ്ങി ഇറങ്ങി വന്നിട്ട് അപ്പോഴത്തേനും എന്താണ് കാർത്തികും യൂണിഫോം എല്ലാം ഇട്ട് വന്നിട്ട് എന്നിട്ട് അവൾ എന്താണ് കാർത്തികിന്റെ മുമ്പിൽ വന്നിട്ട്, കാർത്തിക് ഞാൻ റെഡിയായി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇറങ്ങി ആ മുറ്റത്തെത്തിയപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷി എന്താണ് ഓടിക്കൊണ്ട് വന്നിട്ട് ചോദിക്കും, ACP ഓഫീസിലേക്കാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയും. ഇവളെ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. അത് അവൾക്ക് എൻ്റെ കൂടെ വരേണ്ട ആവശ്യമുണ്ടെന്ന് പറയും. ഇപ്പോഴത്തേനും മീനാക്ഷിയുടെ മുഖം അങ്ങ് വല്ലാണ്ടാവും. അതാ ചോദിച്ചത്, അവളെ എവിടെ കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയണ്ടേ, ഞാൻ ACPയുടെ ഭാര്യയല്ലേ എന്ന് പറയും. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേനും നമ്മുടെ സാവിത്രി ചോദിക്കും, എന്താടാ ഉത്തരം പറയടാ, നീ എന്തിനാ അവളെ തുറച്ചു നോക്കുന്നത്, അവൾ നിന്റെ ഭാര്യയല്ലേ, നീ ഉത്തരം പറഞ്ഞിട്ട് പോകാൻ പറയും. അപ്പോഴിവൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ഈ പിന്നെ പിച്ചക്കഞ്ഞി കുടിക്കുന്നവളെയും കൂടെ നീ എവിടെയാടാ കൊണ്ടുപോകുന്നത്, നീ എവിടെ എന്ന് ചോദിക്കും. അപ്പോഴിവൻ പറയും, ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ, എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ നന്ദിനി പറയും, മോനെ എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോ മോനെ കാർത്തിക്, എന്നാലല്ലേ എല്ലാവർക്കും ഒരു സമാനം കാണത്തുള്ളൂ. എനിക്ക് പറയാൻ താല്പര്യമില്ല, ഇവിടെ എല്ലാവരും എന്താണ് പടവാളും കൊണ്ട് നിൽക്കുവാണ് വെട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ എനിക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ല. ആഹാ ഞാൻ പറയത്തുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പാവം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നീ ഒരു അന്തസ് സമൂഹത്തിലെ അന്തസ്സുള്ളവനാണ്, നീ ഒരു കമ്പീനെ ACP ആണ്, അപ്പൊ നീ ഒരു ആത്മാഭിമാനമുള്ളതാണ്, നിന്നെ 4 പേര് അറിയുന്നതാണ്. ഈ ഓടിപ്പോയവളെയും കൊണ്ട് നീ വീണ്ടും പൊയ്ക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്തായിത്തീരും, നിന്റെ അന്തസ് എന്തായിത്തീരും എന്ന് പറയുമ്പോഴത്തേനും ഞാൻ മറ്റുള്ളവർ പറയുന്ന കേട്ടല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ പോവുക തന്നെ ചെയ്യും, എനിക്ക് മറ്റുള്ളവർ പറഞ്ഞൊന്നും കേൾക്കണ്ട, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്, എനിക്ക് എല്ലാ അറിവും ഉണ്ടെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് മൈഥിലി എന്ന് പറഞ്ഞ് കാറി കയറി അങ്ങ് പോവായിന്ന്. അപ്പോഴത്തേനും ഇതെല്ലാം പറയുമ്പോഴും ഒന്ന് പറയണമല്ലോ. അങ്ങനെ പറയുമ്പോൾ ഇവളുടെ മുഖത്തെ ആ മൈഥിലിയുടെ മുഖത്തെ ആ സന്തോഷം ഒന്ന് കാണണം. അതായത് പ്രതികാരം, നീയൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും എൻ്റെ കാർത്തികൻ എന്താണ് എന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ കാർത്തികൻ എന്നെ ഇനി കൂടെ തന്നെ കൊണ്ടുപോകും ജീവിക്കും, ഇത് കണ്ടു എന്നുള്ള ഒരു ഭാവമാണ് അവളുടെ മുഖത്ത് മുഴുവൻ.
അപ്പോഴത്തേനും അവനങ്ങ് പോയി കഴിഞ്ഞ് സമയത്ത് നമ്മുടെ മീനാക്ഷി ഇന്ന് കരയുവാണ്. അപ്പോഴത്തേനും നമ്മുടെ സാവിത്രി പറയുവാണ്, മോള് കരയണ്ട, മോള് സമാനപ്പെടരുത്, എനിക്കറിയാം ഞാനിത് അങ്ങനെ ഒന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല, എന്തോ ചെയ്യണ്ടേന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുവാണ് നമ്മുടെ മുത്തശ്ശിയായിട്ട് എല്ലാവരും, അച്ഛാ അമ്മ ഇത് എന്തോ ചെയ്യാൻ, എന്ത് നമ്മളിത് ചെയ്ത് നമ്മൾ ഇതിനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും എന്ന് ഇവരെന്താണ് പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്നത് കമ്മീഷണറുടെ വീടാണ്. അപ്പൊ കമ്മീഷണറുടെ വീട്ടിലേക്കാണ് ACP ഇവളെയും കൊണ്ട് പോയിരിക്കുന്നത്. അപ്പൊ കമ്മീഷണറുടെ റൂമിലോട്ട് കയറി ചെന്നിട്ട് എന്താണ് സല്യൂട്ട് അടിച്ച് സാർ എന്ന് വിളിച്ചു. പറ കാർത്തിക്, എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. അപ്പം ചോദിക്കും പേഴ്സണലാണോ ഒഫീഷ്യലാണോ? രണ്ടും ഉണ്ട് സാർ എന്ന് പറയും. എൻ്റെ കൂടെ ഒരാളെ ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്, ആരാണെന്ന് ചോദിക്കുക. അത് എൻ്റെ കൂടെ ഇരുന്നിട്ട് ഓടിപ്പോയ എൻ്റെ ഭാര്യയാണ്. അപ്പോഴും എൻ്റെ ഭാര്യയാണെന്നേ പറയുന്നുള്ളൂ, എൻ്റെ ഭാര്യയാണ്. എന്താ കാർത്തിക് ഇതെല്ലാം എന്ന് പറയുമ്പോൾ സാർ, അയ്യോ സാർ പേടിക്കേണ്ട, സാർ അന്ന് പറഞ്ഞ പിന്നീട് ഞാൻ അവളുടെ പിന്നാലെ നടന്ന് അവളെ ആക്രമിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ അവൾക്ക് എന്താണ് വേറൊരിടത്ത് നിന്ന് തന്നെ എന്താണ് പണി കിട്ടിയെന്ന് പറയും. കാര്യം പറയൂ എന്ന് പറയും തെളിച്ചത്. ദൈവം അവൾക്ക് പണി കൊടുത്തു. അവളുടെ കൊണ്ടുപോയ അവളുടെ കൂടെ പോയവനുണ്ട്, വൈശാഖിനെയും ഒരു സ്ത്രീയെയും ഒരു പെണ്ണിനെയും എല്ലാം കൂടെ ചേർന്ന് എന്താണ് അനാശാസ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ കാര്യമെല്ലാം കമ്മീഷനോട് പറയും. എന്നിട്ട് പറയും ബാക്കി അവൾ പറയുമെന്ന് പറഞ്ഞ് അവളെ വിളിക്കും. പിന്നെ അവളെ വിളിക്കുമ്പോഴത്തേനും അവൾ കയറി വരുമ്പോൾ ചോദിക്കും ഇപ്പൊ എന്നിട്ട് അന്നേരം ഇവളെ കണ്ടുടൻ തന്നെ നമ്മുടെ കമ്മീഷന് പറയും, അവനവൻ ചെയ്യുന്നതിന് ഫലം അവനവൻ തന്നെ അനുഭവിക്കും. ദൈവം അങ്ങനെയാണ്, ആര് തെറ്റ് ചെയ്താലും ദൈവം എന്താണ് ശിക്ഷ കൊടുത്തിരിക്കുന്നു പറയുമ്പോൾ ഇവളുടെ മുഖം അങ്ങ് വാടി വല്ലാണ്ടോ. അപ്പൊ നമ്മുടെ കമ്മീഷണർ പറയും കാര്യം പറയാം ബാക്കി എന്താണ്. അപ്പൊ അവളിങ്ങനെ എന്താണ് പരിങ്ങളോടെ നിൽക്കുക, പറയൂ കുറെ കാര്യങ്ങളൊക്കെ കാർത്തി പറഞ്ഞു, ബാക്കി പറയും. അപ്പൊ അവള് പറയുന്നുണ്ട് ഞാൻ ഇതാണ് എന്താണ് വിഷം കുടിച്ച കാര്യവും, എന്നിട്ട് വിഷം കുടിച്ചിട്ട് അപ്പൊ ആ സീനാണ് കാണിക്കുന്നത് കേട്ടോ. അന്നേരം പിന്നെ കാർത്തികിനെ കാണാൻ അമ്പലത്തിൽ പോയ കാര്യവും അവിടെ വെച്ച് സംസാരിച്ചതും കാർത്തികിന്റെ തോളിലോട്ട് ചാഞ്ഞതും കാർത്തിക് കൊണ്ടുപോയി കാണിച്ച് ഇവളെ ലാസ്റ്റ് എന്താണ് നമ്മുടെ ചെമ്പകമംഗലത്തേക്ക് കൊണ്ടുവരുന്ന വരെ കാര്യം കമ്മീഷണർക്ക് ഇവള് പറയും. അപ്പോഴത്തേനും നമ്മുടെ കമ്മീഷണർ പറയും, ഇത്രയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഇത്രയും നല്ല ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നിങ്ങൾ എന്താവുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കാർത്തിക് നല്ല മനുഷ്യനാണ്, കാർത്തികിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, സാർ പറയൂ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇവള് പറയുന്നുണ്ട്. അപ്പോഴത്തേനും പറയും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പരസ്പര ധാരണയോട് കൂടിയിട്ട് ഒരു വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിച്ചു ചെന്ന് നിങ്ങൾ അപേക്ഷ കൊടുക്കണം എന്ന് പറയും. നമ്മുടെ ഫാമിലി കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കാര്യം സാധിച്ചു കിട്ടും എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയുമൊത്ത് അദ്ദേഹം എന്താണ് മീനാക്ഷിയുമൊത്ത് സന്തോഷമായിട്ട് അദ്ദേഹം എന്താണ് ജീവിക്കട്ടെ, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം നിങ്ങൾ ഇനി ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമുള്ള അവരെ കാർത്തികിനും ഈ മീനാക്ഷിക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നല്ല ജീവിതം നിങ്ങളാൽ കഴിയുന്ന ചെയ്ത് എന്തി കൊടുക്കുക എന്ന് പറയും. അപ്പോഴത്തേനും ഇവള് മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് അത് കാണിച്ചു തരാന്നുള്ള മട്ടില് പക്ഷെ അങ്ങ് സമ്മതിക്കുക ചെയ്യുന്നത്. ഞാൻ പിന്നെ സമ്മതിക്കുന്നു സാർ എന്ന് പറയും. അപ്പോഴത്തേനും ഇവന്റെ മുഖത്തിനൊരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സമ്മതിക്കത്തൊന്നും ഇല്ല, അവൾ അവിടത്തേക്ക് വേണ്ടി പറഞ്ഞതാ, ഞാൻ സമ്മതിക്കാം സാർ, ഞാനിവിടെ പോവാൻ കൂടെ ഞാൻ ചെയ്യാം എന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് കമ്മീഷണർക്ക് ഇവിടെ ഇഷ്ടമായി. അപ്പം കമ്മീഷണർ പറയും എനിക്ക് നിങ്ങളോട് ഇപ്പൊ എനിക്കൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്, ഇതാണ് ആവശ്യം, കാരണം സ്ത്രീകൾ ഇങ്ങനെ വേണം ചെയ്യാൻ, ആരോഗ്യകരമായ എന്താണ് തീരുമാനമാണിത്. നിങ്ങൾ ഇത്രയും തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഭർത്താവായിരുന്നിട്ട് അദ്ദേഹം നിങ്ങളെ ഒന്നും എന്താക്കിയിട്ടില്ല, ചെയ്തില്ല, നിങ്ങളെ സഹായിച്ചു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചൊരു സഹായം വേണം ചെയ്യാന്ന് പറയും. ചെയ്യാൻ സാർ എന്ന് പറയും. അപ്പൊ ശരി പോവാൻ സാർ എന്ന് പറഞ്ഞിട്ട് എന്താണ് അവൻ കാർത്തിക് പുറത്തോട്ട് ഇറങ്ങുന്ന സമയം ഇവൾ അവിടെ നിന്ന് ആ കമ്മീഷണർ അവിടെ അങ്ങോട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഇവൾ അവിടെ നിന്ന് ആലോചിക്കുക, ഞാൻ പറഞ്ഞതെല്ലാം എന്താണ് അംഗീകരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം, പക്ഷെ മീനാക്ഷിനെയും കാർത്തികിനെയും ഒന്നിച്ച് ഒരിക്കലും ജീവിക്കാൻ ഞാൻ ഇനി സമ്മതിക്കത്തില്ല, അവരുടെ ജീവിതത്തിൽ ഇനി സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കത്തില്ല, ഞാൻ അതിന് സമ്മതിക്കത്തില്ല. അവൾ പ്രതികാരം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിൽ ശബ്ദം എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ചെമ്പകമംഗലത്തിന്റെ മുറ്റത്ത് നമ്മുടെ മുത്തശ്ശനും എല്ലാം കൂടെ എന്താണ് ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവനെ കണ്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം രാജലക്ഷ്മി പറയുന്നു, കൈമളേട്ടാ ഇവനെ കണ്ടില്ലല്ലോ കാർത്തിക്, ഇവൻ എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടി വന്നിരിക്കുന്നത്, കാറ് വന്നിരിക്കുന്നത്. ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്,
മുത്തശ്ശ, നന്ദിനി അമ്മേ, എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. കാരണം എനിക്ക് അന്നേരം അങ്ങനെ ഒരു ഉത്തരമേ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അന്നേരത്തെ അവസ്ഥ അങ്ങനെയാണ്. ഞാൻ എന്ത് നിങ്ങളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അന്നേരം എനിക്ക് അങ്ങനെ പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എന്തിനാ ഇവളെയും കൊണ്ട് പോയെന്നുള്ള കാര്യം പറയാന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറയും, ഞങ്ങളോടല്ല നീ ഈ കാര്യങ്ങളൊന്നും പറയേണ്ട, നിന്റെ ഭാര്യയായിരിക്കുന്ന മീനാക്ഷിയോട് വേണം നീ ഈ കാര്യങ്ങളൊക്കെ പറയാൻ, അല്ലാതെ ഞങ്ങളെയല്ല നിനക്ക് അറിയിപ്പിക്കേണ്ടതെന്ന് പറയും. അപ്പൊ നമ്മുടെ സാവിത്രി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കൈയെല്ലാം ബാക്കി കെട്ടി, ആഹാ വന്നല്ലേ, രണ്ടെണ്ണം കൂടെ ഊരൊക്കെ തെണ്ടിയിട്ട് വന്നല്ലേ എന്ന് പറഞ്ഞിവിടെ നിൽക്കുമ്പോഴത്തേന് ഇവൻ എന്ത് ചെയ്യുന്നു, മീനാക്ഷി മീനാക്ഷി എന്ന് വിളിക്കുന്നു. അപ്പൊ മീനാക്ഷി ഇറങ്ങി വരുന്നു. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയം എന്താണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഇവളെയും കൊണ്ട് പോയത് കമ്മീഷണറുടെ അടുത്തേക്കാണ് പോയത്. രേഖാമൂലമായിട്ട് ഇവൾ എൻ്റെ അടുക്കൽ തന്നെ ഉണ്ടെന്ന് ഞാൻ കമ്മീഷണറെ അറിയിപ്പിച്ചു. മാത്രമല്ല എന്താണ്, ഞങ്ങൾ രണ്ടുപേരൂടെ ചേർന്ന് പരസ്പര ധാരണയിൽ ബന്ധം ഒഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയലും കൂടെ തയ്യാറാക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയെന്ന് പറഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയുടെയും എന്താണ് മീനാക്ഷിയുടെ മുഖമെല്ലാം സന്തോഷം കൊണ്ട് തന്നെ, നമ്മുടെ സാവിത്രിക്കും വളരെ സന്തോഷം, നന്ദിനിക്കും വളരെ സന്തോഷം. അപ്പോഴത്തേനും ഇവൻ പറയുന്നുണ്ട്, മൈഥിലി അതിനെന്താണ് സമ്മതിച്ചു, അവൾ പാവമാണ്, അവൾ അതിന് സമ്മതിച്ചു എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, മീനാക്ഷിയുടെ മുഖത്തോട്ട് ഇവളിങ്ങനെ നോക്കി നിൽക്കുവാണ് ചെയ്യുന്നത്. നിന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാടി എന്ന് ഇവള് എന്താണ് വിവാഹമോചനത്തിന് വേണ്ടിയിട്ടൊന്നും ഇവളൊന്നും ചെയ്യത്തില്ല. ഇവള് കള്ളത്തിന് അന്നേരം കമ്മീഷണറുടെ കയ്യിൽ നിന്ന് എന്താണ് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് വീണ്ടും കയറിയാലല്ലേ വീണ്ടും ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എന്താണ് കാർത്തിക് പറഞ്ഞു വിടുമല്ലോ. അതുകൊണ്ട് കാർത്തികിന്റെ അടുത്ത് വന്ന് ചുമ്മാ ഒന്നിങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാവം മീനാക്ഷി മുത്തശ്ശനും എല്ലാം പാവം ഇത് അപ്പാടെ എന്തായിരിക്കുവാണ് വിശ്വസിച്ചിരിക്കുവാണ്. ഇതെല്ലാം കേട്ട് മീനാക്ഷിയുടെ മുഖത്ത് വളരെ സന്തോഷം കൊണ്ട് എല്ലാവരുടെയും മുഖം ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുവാണ്. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. അപ്പൊ എല്ലാരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.